ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 351 കാണ്ഡം 7 സൂക്തം 80 നമ്മളിന്ന് നോക്കുന്നത്. ഇതിൽ പൗർണമിയെ പറ്റിയുള്ള പരാമർശമാണ്. ഇത് ജ്യോതിഷപരമായ ആസ്ട്രോണമിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞതിൽ നമ്മൾ അമാവാസ്യൻ്റെ പ്രാധാന്യം കണ്ടു. ഇന്ന് പൗർണമിയുടെ പ്രാധാന്യം പറയുകയാണ്. എന്താണ് പറയുന്നത് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 7 സൂക്തം 80. ഋഷി അഥർവൻ ദേവത പൗർണമാസി പ്രജാപതി ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് പൂർണ്ണ പശ്ചാദുത പൂർണ്ണ പുരസ്താദുന്മധൃത പൗർണാമസി ജീഗായ തസ്യാം ദേവൈ സ അസന്തോ മഹിത്വാനാകസ്യ പൃഷ്ഠേ സമിഷാമദേമ വൃഷഭം വാജിന വയ പൗർണമാസം യജാമഹേ സ നോ ദവാത്വക്ഷിതാം രേമനുപദസ്വതീം പ്രജാപതേ ന ത്വേദാന്യനോ വിശ്വാരൂപാണി പരിഭൂർജന യത് കാമാസ്തേ ജൂഹമസ്തനൗ തന്നൗ അസ്തു വയം ശ്യാമപദയോ രയീണാം പൗർണമാസി പ്രഥമാം യജ്ഞിയാസീദഹ്നാം രാത്രീണാമതി ശർവരേഷു യേ ത്വാം യജ്ഞൈ യജ്ഞിയേ അർത്ഥയന്ത്യമീ തേ നാഗേ സുകൃത പ്രവിഷ്ടാഹ. ഭാവാർത്ഥം: പൂർണിമ കിഴക്ക് വസിച്ച് പടിഞ്ഞാറും മധ്യ ആകാശത്തിലും പ്രകാശം പരത്തുന്നു. ഈ പൂർണിമയിൽ വസിക്കുന്ന അഗ്നി, സോമൻ എന്നിവ അന്നത്താൽ നമ്മെ സമൃദ്ധമാക്കട്ടെ. അവൾ ഇഷ്ടഫലദായിനിയാണ്. അവളെ ഞങ്ങൾ പൂജിക്കുന്നു. നീ നശിക്കാത്ത ധനം ഞങ്ങൾക്ക് നൽകുക. പ്രജാപതി മറ്റാർക്കും കഴിയാത്ത സൃഷ്ടികർമ്മത്തിൽ സമർത്ഥനാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പൗർണമി സഹായകരമാണ്. അതിൽ അർപ്പിക്കുന്ന ഹവിസ് നമ്മെ ധനവാന്മാരാക്കും. രാത്രിയിൽ തൃതീയ സവനത്തിൽ ഫലപ്രാപ്തി കൂടുതലാണ്. നിന്നിലൂടെ യജ്ഞഫലം നേടുന്ന ഋത്വിക്കും യജമാനനും സ്വർഗപ്രാപ്തി നേടും. പൗർണമി കിഴക്ക് ദിക്കിലാണ് ഉദിക്കുക. പൗർണമി ദൃശ്യമാകുന്ന എവിടെയാണ്? കിഴക്ക് ദിക്കിലാണ്. ശ്രേഷ്ഠ രൂപത്തിൽ അത് ഉദിക്കും. നല്ല തിളക്കത്തോടുകൂടി. അവിടെ നിന്ന് പ്രകാശം എങ്ങോട്ടേക്ക് പോകും? പടിഞ്ഞാറ് ഭാഗത്തും മധ്യാകാശത്തിലേക്കും പ്രകാശം പ്രസരിക്കുന്നു. ഈ പൗർണമി ദിവസം എന്താ സംഭവിക്കുന്നത്? അതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, അഗ്നിയും സോമനും ചന്ദ്രനും അഗ്നിയും കൂടിയിട്ട് അന്നത്താൽ സമ്പുഷ്ടമാക്കുന്നു. അന്നത്താൽ സമ്പുഷ്ടമാക്കുന്നു എന്ന് പറഞ്ഞാൽ കായ്കൾ, അല്ലെ ചെടികൾ പൂക്കുക, കായ്ക്കുക, ഇതിലെല്ലാം അമാവാസി പൗർണമിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഇവയുടെ സ്വാധീനം കൊണ്ട് പൂക്കൾ ഉണ്ടാകാൻ കായ്കൾ ഉണ്ടാക്കുന്നതിനെല്ലാം വലിയ സ്വാധീനം അത് ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് അന്നത്താൽ സമൃദ്ധമാക്കുന്നു. അത് നമ്മുടെ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നവയാണ്. ആര്? നമുക്ക് ഇഷ്ടഫലം നൽകുന്നവളാണ് ഈ പൗർണമിയെ. അതുകൊണ്ട് നമ്മളതിനെ പൂജിക്കുന്നു. കാരണം പൗർണമി നമുക്ക് ഈ ഫലങ്ങളെല്ലാം നൽകുന്ന, അതിനെ സ്വാധീനിക്കുന്നത് കൊണ്ട് നമ്മളതിനെ പൂജിക്കുന്നു. അത് നാശമില്ലാതെ ധനം നമുക്ക് നൽകുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നശിക്കില്ല. കാരണം പൗർണമി ഇങ്ങനെ വന്നും പോയും കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഉണ്ടായത് നശിച്ചാൽ, ഇപ്പോൾ ഉണ്ടാകുന്ന ഫലം തിന്നാലും അത് നശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പൗർണമിയാകുമ്പോഴും അത് വേറെ ഫലങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ലോകാവസാനം വരെ അത് നമ്മൾ തിന്നു തീർത്താലും ഫലങ്ങൾ, ധനങ്ങൾ, നമ്മുടെ ധനം
നശിക്കില്ല, വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിനത് പ്രേരിപ്പിക്കും. ആ പ്രജാപതി എന്ന് പറഞ്ഞാൽ എല്ലാ സൃഷ്ടിക്ക് പിന്നിലും പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം ഇങ്ങനെ ഒരു പൗർണമിയെ സൃഷ്ടിച്ചത് അതിൻ്റെ സാമർത്ഥ്യത്താലാണ്. കർമ്മത്തിലുള്ള അതിൻ്റെ പ്രാവീണ്യം കൊണ്ടാണ്, ഇത്തരം സാമർത്ഥ്യത്താലാണ് ഇത്തരം ഒരു പൗർണമിയെ, ഇത്തരം ഒരു സിസ്റ്റത്തെ പ്രജാപതി സൃഷ്ടിച്ചു വെച്ചത്. ഏതൊരാഗ്രഹങ്ങളുടെ സാധിക്കാൻ വേണ്ടിയാണോ നമ്മൾ എന്തെങ്കിലും ഹവിസ്സർപ്പിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യുന്നു? പൗർണമി നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരുന്നു, നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, നമുക്ക് ധനപ്രാപ്തി നേടി നമ്മൾ ധനവാന്മാരായി മാറുന്നു. പൗർണമി യജ്ഞത്തിൽ സഹകരിക്കുന്നവളാണ്. നമ്മളെ യജ്ഞത്തിലെല്ലാം സഹകരിക്കുന്നതാണ് ഈ പൗർണമി. നമ്മൾ എന്ത് യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും അതിന് അമാവാസിയും പൗർണമിയായിട്ട് ബന്ധമുണ്ട്. ഈ ഗ്രഹങ്ങളുടെ ചലനം, ചന്ദ്രൻ്റെ ചലനം, അല്ലെങ്കിൽ സൂര്യനിൽ നിന്നുള്ള ആ ഒരു പ്രത്യേക അകലത്തിലുള്ള ഓരോ ദിവസത്തെയും പൊസിഷൻ, പ്രഥമ, ദ്വിതീയ, ഇങ്ങനെ പറഞ്ഞിട്ട് പൗർണമി ഉണ്ടല്ലോ, അതെല്ലാം ഉണ്ടാകുന്നത് നമ്മൾ നാഡികളിലൂടെയും സംഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് നമ്മളെ ഉള്ളിലെ പ്രവർത്തികൾ നടക്കുന്നത്. അതുപോലെ സൃഷ്ടിയിൽ പുഷ്പങ്ങൾ കായ്ക്കുന്നതിനുമെല്ലാം ഇത് സഹായകരമായി തീരുന്നുണ്ട്. അത് രാത്രി അവസാനിക്കുമ്പോൾ വെളിച്ചം വരുമ്പോൾ പിന്നെ പൗർണമീനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ തൃതീയ സമന വ്യാപ്തിയിലും അത് വ്യാപിക്കും. തൃതീയ, പ്രഥമ, ദ്വിതീയ, തൃതീയ, ഇങ്ങനെയെല്ലാം പ്രാധാന്യങ്ങളുണ്ട്. അതെല്ലാം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോമാദി ഹവിസ്സുകൾ കൊണ്ട് പൂർണ്ണമാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ പ്രഥമ, ദ്വിതീയ, തൃതീയ, ഈ മാറ്റത്തിനനുസരിച്ചാണ് പ്രപഞ്ചത്തിലും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെ എല്ലാ യജ്ഞങ്ങളെയും പൂർണ്ണമാക്കുന്ന പൂർണിമയോട്, യജ്ഞയോഗ്യയായ പൂർണിമയോട് പറയുകയാണ്, ഏതൊരു ഋത്തിക്കുകളാണെങ്കിലും, യജ്ഞം ചെയ്യുന്ന പണ്ഡിതരാണെങ്കിലും, യജമാനനാകട്ടെ, യജ്ഞം ചെയ്യിപ്പിക്കുന്നവനാകട്ടെ, അവർ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ നിന്റെ സഹായത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു. അങ്ങനെ നിന്റെ സഹായത്താൽ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നവര് സ്വർഗത്തിലെത്തിച്ചേരുമെന്ന് പറയുകയാണ്. അതായത് ശരിയായ യജ്ഞങ്ങൾ നമ്മൾ ശാസ്ത്രീയമായി യജമാനന്മാരെ നടത്തുക, അല്ലെങ്കിൽ പണ്ഡിതന്മാരിലൂടെ നടത്തിക്കുക ചെയ്യുമ്പോൾ അതിൻ്റെ യജ്ഞഫലം ലഭിക്കുകയും സ്വർഗസമാനമായ ഒരു ലോകം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ അമാവാസി, പൗർണമി, അവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം ജ്യോതിഷപരമായ പരാമർശമാണ്. അടുത്തതിലും നമ്മൾ കാണാൻ പോകുന്നത് ജ്യോതിഷപരമായ പരാമർശങ്ങൾ തന്നെയാണ്.